ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ട്യൂസ്ഡേ Q&A സെക്ഷൻ, അതായത് ലാസ്റ്റ് വീക്കിൽ കമന്റ് ബോക്സിലും DMസിലും ഒക്കെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആയിട്ട് എടുക്കാറ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാലിസിലിക് ആസിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് സാലിസിലിക് ആസിഡ് ഡെയിലി എത്ര ടൈം സെറം നമുക്ക് എത്ര ടൈം യൂസ് ചെയ്യാമെന്നും, രണ്ടാമത്തെ എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാമോ നമുക്ക് സെറം യൂസ് ചെയ്യാമോ എന്നുള്ളതുമായിരുന്നു ക്വസ്റ്റ്യൻ. രണ്ടും നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ രണ്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. റീസൺ പറഞ്ഞു, സാലിസിലിക് ആസിഡ് അഥവാ BHA ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയുന്ന ഒരു ഓയിൽ ലവിങ് ഹൈഡ്രോക്സി ആസിഡ് ആണ്. അതായത് നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും അത് കാരണം നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അതുപോലെ തന്നെ പിമ്പിൾസും ഇൻ ജനറൽ പറഞ്ഞാൽ ആഗ്നെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഹൈഡ്രോക്സി ആസിഡ് ആണ് നമ്മുടെ സാലിസിലിക് ആസിഡ്. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസിൽ പോയി അതിനകത്ത് നിന്ന് നമ്മുടെ വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഡിസോൾവ് ചെയ്ത് കളയാനായിട്ട് സഹായിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നാണ് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ഈ സെബേഷ്യസ് ഗ്ലാൻഡിനെ പോയി ഇരുന്നിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓയിലി സ്കിൻകാർക്ക്, ആഗ്നെ പ്രോൺ സ്കിൻകാർക്കും പിന്നെ ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്കുമാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ 1%, 2% ആണ്. ഇപ്പൊ നമുക്ക് ഫേസ് വാഷിൽ 1% അതുപോലെ കിട്ടും, അതല്ലെങ്കിൽ 2% ആയിട്ടും സാലിസിലിക് ആസിഡ് കിട്ടും. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ വരാനായിട്ട് പോണില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫേസ് വാഷ് ആണ് നമ്മുടെ ഫേസിൽ ഇരിക്കുന്നില്ല, നമ്മൾ അപ്പം തന്നെ കഴുകി കളയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അങ്ങനെ ഡ്രൈ ആവാനായിട്ട് പോകുന്നില്ല. എന്നാലും നമ്മളൊരു സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് ബിഗിനേഴ്സിന്റെ അടുത്ത് പറയും, നിങ്ങൾ ഡെയിലി 2 നേരം യൂസ് ചെയ്യാതെ, എക്സസീവ് ആയിട്ട് ഓയിലി സ്കിൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 നേരം യൂസ് ചെയ്യാതെ നൈറ്റ് മാത്രം ഇങ്ങനത്തെ ഫേസ് വാഷ് യൂസ് ചെയ്യുക. മോർണിംഗിൽ ഫേസിൽ ഓയിൽനെസ് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷോ അതല്ലെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഫേസ് വാഷോ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ അധികം ഓയിലി സ്കിൻ, എക്സ്ട്രീംലി ഓയിലി അല്ല എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മൾ വാഷ് ചെയ്ത് സാലിസിലിക് ആസിഡ് വെച്ചിട്ട് വാഷ് ചെയ്യുന്ന കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. സ്കിൻ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നല്ല ഓയിലി സ്കിൻ ആണ് നിങ്ങൾക്ക് 2 നേരം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി സിറത്തിലോട്ട് വരുമ്പോൾ 2% അല്ലേ സിറത്തിലുള്ളൂ. ബേസിക്കലി എല്ലാ സിറങ്ങളിലും അവർ 2 നേരം യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. പക്ഷെ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാത്ത ആൾക്കാർ 2 പ്രാവശ്യം 2% സാലിസിലിക് ആസിഡ് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല അത്രയും ഇത് 2% സാലിസിലിക് ആസിഡിലോട്ട് വരുമ്പോൾ കുറച്ച് ഹൈ കോൺസെൻട്രേഷൻ തന്നെയാണ്. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്കിൻ അഡാപ്റ്റഡും അല്ല. ഇത് കാരണം നമ്മുടെ സ്കിൻ ബ്രേക്ക്ഔട്ട്സ് വരാനായിട്ട്, പേർജിങ് വരാനായിട്ടും ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് സാലിസിലിക് ആസിഡ് സിറത്തിന്റെ ഫോമിലോ അതല്ലെങ്കിൽ ക്രീമിന്റെ ഫോം 2% ഡെയിലി യൂസ് ചെയ്യുന്ന സ്കിന്നിന് നല്ലതല്ല. നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ വീക്ക്ലി 2 ടൈംസ്, 3 അല്ല 2 ടൈംസ് നമുക്ക് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഏതെങ്കിലും ഇപ്പൊ മാസത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും ആഴ്ചയും 2 നേരം യൂസ് ചെയ്തിട്ട് ഒരാഴ്ച 3 നേരം യൂസ് ചെയ്താൽ ഇഷ്യൂ ഇല്ല. 4 ആഴ്ചയിൽ ഒരാഴ്ച നിങ്ങൾക്ക് 3 നേരം യൂസ് ചെയ്താൽ ഇഷ്യൂ ഇല്ല. അല്ലാത്തപ്പോ എപ്പോഴും 2 നേരം യൂസ് ചെയ്യുന്നത് സ്കിന്നിന് ഡാമേജ് വരാതിരിക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. ഇത് എപ്പോഴും നൈറ്റിൽ വേണം യൂസ് ചെയ്യാൻ. ഇനി സിറോ ഫേസ് വാഷും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷും സിറം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതായത് ഡെയിലി സാലിസിലിക് ആസിഡ് ഫേസ് വാഷും സിറം കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. നിങ്ങൾ വീക്ക്ലി 2 ടൈംസ് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷിന്റെ കൂടെ യൂസ് ചെയ്താൽ ഇഷ്യൂ ഇല്ല. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ അല്ല. ചില ആൾക്കാർക്ക് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ചിലർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഫേസ് വാഷും സെറം കൂടെ യൂസ് ചെയ്യണം. ഇപ്പം അപ്പോഴോ അതല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ സ്കിന്നിൽ ചെറിയ ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫേസ് വാഷ് അവോയ്ഡ് ചെയ്തിട്ട് സിറം യൂസ് ചെയ്യുന്നതിൻ്റെ അന്ന് വേറെ ഏതെങ്കിലും ഒരു ജെൽ ബേസ്ഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സെയിം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് തന്നെ ഫോളോ അപ്പ് ചെയ്യാം. ഇനി അടുത്തത് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മോർണിംഗും നൈറ്റും യൂസ് ചെയ്താൽ ഇഷ്യൂ ഇല്ല. പക്ഷെ ബെസ്റ്റ് യൂസ് ചെയ്യുന്നത് നൈറ്റിലായിരിക്കും. പിന്നെ നിങ്ങൾ വിറ്റാമിൻ സി സിറം, അതല്ലെങ്കിൽ റെറ്റിനോൾ സിറം, ഗ്ലൈക്കോളിക് ആസിഡ് സിറം, ലാക്റ്റിക് ആസിഡ് സിറം, അതല്ലെങ്കിൽ വിറ്റാമിൻ സി മോയ്സ്ചറൈസർ, റെറ്റിനോളിന്റെ മോയ്സ്ചറൈസർ, ഗ്ലൈക്കോളിക് ആസിഡോ ലാക്റ്റിക് ആസിഡോ അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ്,
അതല്ലെങ്കിൽ ഇതിന്റെ തന്നെ ടോണേഴ്സ്, അതായത് വിറ്റാമിൻ സി ടോണർ, ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണർ, ലാക്ടിക് ആസിഡോ അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡോ അതല്ലെങ്കിൽ ആൽക്കഹോളോ ഒക്കെ അടങ്ങിയ ടോണേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്ന സെയിം ഡേയിൽ സെയിം ടൈമിൽ, അതായത് നൈറ്റിൽ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്ന നൈറ്റിൽ ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ സാലിസിലിക് ആസിഡും ഈ പറഞ്ഞ സാധനങ്ങളും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന്റെ pH ഓൾട്ടർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വിറ്റാമിൻ സി ഒക്കെ ആണെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ പ്രസൻസ് പെട്ടെന്ന് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്, ഡീഫോം ആയി പോകാനുള്ള ചാൻസ് ഡീകമ്പോസ് അല്ല ഡീഫോം ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് സിറത്തിന്റെ കൂടെ ഒരിക്കലും സാലിസിലിക് ആസിഡ് ഫേസ് മോയിസ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് 2% വരെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ 2% കൂടെ ഉള്ള സാലിസിലിക് ആസിഡ് മോയിസ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ചെറുതായിട്ട് 2+2 ആയി എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ സ്റ്റിൽ നമ്മുടെ സ്കിന്നിനെ ടോളറേറ്റ് ചെയ്യുന്നേക്കാളും കോൺസെൻട്രേഷൻ കൂടുതൽ വരികയും അത് കാരണം ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്തത് കൊണ്ട് അധികം പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ നമുക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല, പക്ഷേ ചില ആൾക്കാർക്ക് വരും. അപ്പൊ നമ്മൾ സേഫ് ഗാർഡ് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. 2% സാലിസിലിക്, ഒന്നുകിൽ 2% സാലിസിലിക് ആസിഡ് മോയിസ്ചറൈസർ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ 2% സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ എപ്പോഴും പറയും ഒരു സാധനത്തിന്റെ മോയിസ്ചറൈസറിനേക്കാളും നല്ലത് അതിന്റെ സിറമാണ്. കാരണം കുറച്ചുകൂടെ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ കുറച്ചുകൂടെ ലൈറ്റ് നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങി ചെന്ന് പണിയെടുക്കാനായിട്ട് മോയിസ്ചറൈസറിനേക്കാളും സിറത്തിനാണ് നല്ലത്. കാരണം കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മൾ കൂടുതലും സിറത്തിലോട്ടാണ് വരുന്നത്. സോ ഒരു ക്രീമിനേക്കാളും ഏറ്റവും നല്ലത് സിറം ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്ന വീക്കിൽ സാലിസിലിക് ആസിഡ് സിറവും കെമിക്കൽ പീലും തമ്മിൽ മിനിമം ഒരു 4 days, മിനിമം അല്ല എന്തായാലും ഒരു 4 days ഗ്യാപ്പ് കൊടുക്കുക. കാരണം നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും കെമിക്കൽ പീൽ യൂസ് ചെയ്ത് ഒരു 4 daysനുള്ളിൽ ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാനായിട്ട് പോണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്ന ആ വീക്കിൽ സാലിസിലിക് ആസിഡ് സിറം അവോയ്ഡ് ചെയ്യുക, അതല്ലെങ്കിൽ ആ വീക്കിൽ ഒരു ടൈം മാത്രമേ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഓവറോൾ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എന്നെ പോലെ ഒരുപാട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മീൻസ് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു, ഞാനത് കൺട്രോൾ ചെയ്ത് ഒരു അധികം തോന്നാറില്ല. അപ്പൊ ഞാനിപ്പോ സാലിസിലിക് ആസിഡ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നി ഇപ്പം തൊടുമ്പോഴത്തേക്കൊക്കെ ഇന്ന് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടോ, കെമിക്കൽ പീൽ ചെയ്യുന്ന ഡേ ഒന്നും അടുത്തിട്ടില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ സാലിസിലിക് ആസിഡ് സിറം അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. കാരണം അതൊന്നും ഞാൻ കൺട്രോൾ ചെയ്തെടുത്തു. അത് ചിലപ്പോൾ നമുക്ക് ഏജ് കൂടുന്നതുകൊണ്ട് നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ട്സിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ കൊണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർക്കും ചില സമയങ്ങളിൽ സാലിസിലിക് ആസിഡ് സിറത്തിന്റെ ആവശ്യം വരാറില്ല, പക്ഷെ ചില ആൾക്കാർക്ക് വരാറുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങളുടെ സ്കിന്നിനെ മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും സ്കിൻ കെയർ ചെയ്യാൻ. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും സ്കിൻ കെയർ ചെയ്യാൻ. ഇനി പ്രഗ്നൻസിയിലോട്ട് വരികയാണെങ്കിൽ സാലിസിലിക് ആസിഡ് 2% ആക്ച്വലി സേഫ് സോൺ ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകണം എന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഡബിൾ ക്ലെൻസിങ്ങും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മാക്സിമം നോൺ കോമിഡോജനിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ പോസ്റ്റിനെ ക്ലോഗ് ചെയ്യാത്ത പ്രൊഡക്ട്സും കൂടെ നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൺട്രോൾ ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി പറ്റും. അണ്ടർ ആം ഡാർക്ക്നെസ് മാറാനായിട്ട് ഒരു ഫെയർനെസ് ക്രീം എന്നോട് ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു നമ്മുടെ അണ്ടർ ആമിനെ നമുക്ക് ഒരിക്കലും വെളുപ്പിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ കുറച്ച് ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രോൺ ആയിട്ടുള്ളതും സ്കിൻ ഡിസ്കളറേഷൻ ഉള്ള ടൈപ്പ് സ്കിന്നാണ്. അതാണ് നമ്മുടെ ബ്രൗൺ സ്കിൻ ആണ്. കാരണം നമ്മൾ ഒരിക്കലും വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് നമ്മൾ ഇപ്പോഴും കുറെ ആൾക്കാർ നമ്മൾ പണ്ട് തൊട്ടും ഇപ്പോഴും ഒരു പരിധി വരെ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് അവരുടെ അത്രയും ഒരു അണ്ടർ ആം ക്ലീൻനെസ് വരാൻ ചാൻസ് ഇല്ല. നമുക്ക് ചെറിയ പിഗ്മെന്റേഷൻ ചിലപ്പോൾ കാണും. അത് ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ നമുക്കുള്ള ചില ഹാബിറ്റ് ഉണ്ടായിരിക്കും. കംപ്ലീറ്റ്ലി ലൈക്ക് ഫോട്ടോ ഫിനിഷ് വൈറ്റ് ഒന്നും വരാൻ പോലും, പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല ചേഞ്ചസ്. കാരണം ഫോട്ടോ ഫിനിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ആ ഒരു ലൈക്ക് വൈറ്റ് വാഷ് അടിച്ചു, അങ്ങനെയല്ല സ്കിന്നിന്റെ രീതിയിൽ നമുക്ക് ആ ഒരു കളർ വയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ നാച്ചുറൽ സ്കിന്നിനേക്കാൾ നമ്മൾ ആംബിറ്റിന്റെ കളർ ഒരിക്കലും ലൈറ്റ് ആവാനായിട്ട് പോകുന്നില്ല. അതും എപ്പോഴും മനസ്സിലാക്കാം. എനിവേസ്, ഇനി ബാക്ക് ടു നമുക്ക് എങ്ങനെ ആംബിറ്റ് പിഗ്മെന്റേഷൻ മാറ്റാന്നുള്ളത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് നമുക്ക് അണ്ടർആമിൽ ഡാർക്ക്നെസ് വരുന്നു എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ഡ്രൈ ഷേവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആംബിറ്റ് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇൻഗ്രോൺ ഹെയർ വരികയും അത് കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
രണ്ട്, നമുക്ക് ഒബിസിറ്റി ഉണ്ടെങ്കിൽ, അതായത് തടി ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഓവർ ആയിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിഷൻ ഒക്കെ ഉണ്ട്, ഒബിസിറ്റിയിലോട്ട് അത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. അത് അണ്ടർആമിൽ മാത്രമല്ല, കഴുത്തിന്റെ ബേക്കിൽ, നമ്മുടെ തൊടയിടുക്കുകളിലൊക്കെ അത് കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടെങ്കിൽ അത് കാരണം ഒരു സ്കിൻ കണ്ടീഷൻ വരും, അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ്. ഇതൊരു വെൽവെറ്റി ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ അണ്ടർആമിന്റെ അവിടെയോ അതല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ അവിടെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതാണോ നിങ്ങളുടെ റീസൺ എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഫ്രിക്ഷൻ കാരണം, ഒബിസിറ്റി കാരണമുള്ള ഫ്രിക്ഷൻ കാരണം നമ്മൾ ഇടുന്ന ടോപ്പ് ഡ്രസ്സസിലെ അത് ഒരുപാട് നമ്മൾ അണ്ടർആമിലോട്ട് കയറി ഇരുന്നിട്ട് അത് ഒരഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ അണ്ടർആം ഷേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്കിൻ തിക്കാവാ, അവിടുത്തെ ഹെയർ തിക്കായിട്ട് ഗ്രോ ആവാൻ പോണില്ല. അത് കാരണം നമുക്ക് പിഗ്മെന്റേഷൻ വരാനും പോണില്ല. പ്രോപ്പറായിട്ട് നമ്മൾ ഷേവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ ഒരു ഹെയറിൽ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് വാഷ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഷാമ്പു, ഇത് ഏതെങ്കിലും ഒരു സാധനം അവിടെ ഉപയോഗിച്ചതിന് ശേഷം അപ്പൊ നമുക്ക് അവിടെ ഒരു ലൂബ്രിക്കൻറ്റ് കിട്ടും. ആ ലൂബ്രിക്കൻസ് വെച്ചിട്ട് ഷേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഹെയർ ഗ്രോത്ത് എങ്ങോട്ടാണ് ആ പൊസിഷനിൽ ഷേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്ഥലത്ത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കരുത്. 1, 2 മാക്സിമം അത്ര മാത്രം ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത്, ആംബിറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് അഴുക്കുണ്ടെങ്കിലും അവിടെ ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഹൈജീൻ ആക്കുക എപ്പോഴും 100. മൂന്നാമത്, നിങ്ങൾ എന്തെങ്കിലും പുതിയ മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അയഡിനൊക്കെ അടങ്ങിയ പുതിയ മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അണ്ടർആമിൽ ഒരു ഡാർക്ക് എന്താ പറയുക ഗ്രീൻ കളർ പിഗ്മെന്റേഷൻ ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, ഇനി നമ്മൾ ഷേവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ എപ്പോഴും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് മോയ്സ്ചറൈസേഴ്സിൽ അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഷേവ് ചെയ്തതിനു ശേഷം എപ്പോഴും അവിടെ നിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി വൺസോ ടോയ്സ് നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണേഴ്സിലെ 7%, 8%, അതിലേതെങ്കിലും ഒന്ന് അവിടെ യൂസ് ചെയ്താലും ഇഷ്യൂല. പിന്നെ ഡെയിലി നിങ്ങളൊരു അണ്ടർആം റോൾ ഓൺസ് യൂസ് ചെയ്യുക. അത് AHA BHA റോൾ ഓൺസ്, ഇത് നമ്മുടെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും സ്കിൻ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അണ്ടർആം, പറയുമ്പോൾ ഒരുപാട് ഉണ്ടെങ്കിലും ആകെ 3 സ്റ്റെപ്പുകൾ. പ്രോപ്പറായിട്ട് ഷേവ് ചെയ്യുക, വീക്ക്ലി വൺസോ നിങ്ങൾക്ക് അവിടെ ഒരു ടോണർ യൂസ് ചെയ്യുക, ഗ്ലൈക്കോസിക്സിന്റെ 7 ടോണർ യൂസ് ചെയ്യുക. ക്രീമിനേക്കാൾ എപ്പോഴും നല്ലത് ടോണറാണ്. 3, ഡെയിലി നിങ്ങളുടെ അണ്ടർആം റോൾ ഓൺസ് യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്യുന്ന നൈറ്റിൽ ഒരിക്കലും അണ്ടർആം റോൾ ഓൺ യൂസ് ചെയ്യണമെന്നില്ല. മോർണിംഗും നൈറ്റും നമുക്ക് അണ്ടർആം റോൾ ഓൺസ് യൂസ് ചെയ്യാം. ഇനി സ്ലീവ്ലെസ് ഇടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ്, അതല്ലെങ്കിൽ സൺസ്ക്രീൻ സ്പ്രേകളില്ലേ, അത് ഏതെങ്കിലും ഒന്ന് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവിടെയും സൺപ്രൊട്ടക്ഷൻ വേണമല്ലോ. അപ്പൊ അത് നമുക്ക് ഒരു പരിധിവരെ പിഗ്മെന്റേഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മൾ AHA BHA റോൾ ഓൺസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സണ്ണിന്റെ പ്രസൻസിൽ ചിലപ്പോൾ അവിടെ ടാനിങ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എക്സ്ഫോളിയേറ്റിംഗ് സാധനമാണല്ലോ യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് അവിടെ ഒരു അണ്ടർആം സ്പ്രേസ് സൺസ്ക്രീൻസ്, അണ്ടർആം സൺസ്ക്രീൻ ഒരു ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീൻസ് ആ ഏരിയയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു ജനറൽ ഒപ്പീനിയൻ, ഒരു പേഴ്സണൽ അഡ്വൈസ് ആണ്, പറ്റുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെയർ ഉണ്ടെങ്കിൽ ലേസർ ഹെയർ റിഡക്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പോകുന്നത് നല്ലതാണ്. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്, ഞാൻ എന്തായാലും ചെയ്യും. അത് വലിയൊരു ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമില്ല. പക്ഷെ കുറച്ചധികം സിറ്റിങ്സ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പോസ് ചെയ്തിട്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അതും നല്ലൊരു ഓപ്ഷൻ ആണ്. നമുക്ക് ലേസർ ഹെയർ റിഡക്ഷൻ നടത്തിയാലും ഈ ഒരു പിഗ്മെന്റേഷൻ നമുക്കൊരു കുറച്ചൊക്കെ ആ പിഗ്മെന്റ് റിഡക്ഷനിലൂടെ നമുക്ക് മാറാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കംപ്ലീറ്റ്ലി മാറുന്നില്ല, കാരണം നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാനാണ്. പക്ഷെ കുറച്ച് പിഗ്മെന്റേഷനൊക്കെ ഉള്ളൂ, ക്രീമിലൊന്നും പോയില്ലെങ്കിൽ അത് ഒരു പരിധി വരെ ഒന്ന് ഇതാവാനായിട്ട് ഈ ഒരു ലേസർ ഹെയർ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ലോങ് റണ്ണിൽ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യേണ്ടിയും വരില്ല. അപ്പൊ അതും നിങ്ങൾക്ക് ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പേടിയൊന്നുമില്ല, ലൈക്ക് അധികം ഇഷ്യൂ ഒന്നും ഉള്ള നമുക്ക് ബോഡിക്ക് പ്രോബ്ലം ഒന്നും വരുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ലേസർ ഹെയർ റിഡക്ഷൻ. അടുത്തത് പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളെ പറ്റിയിട്ടാണ്. ഈ ഇടയ്ക്ക് ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഫിസിക്കൽ ഫിൽറ്റേഴ്സ് അടങ്ങിയ സൺസ്ക്രീൻ ആണ്. സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത്. സോ അപ്പൊ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ എന്തൊക്കെ കുറച്ചും കൂടെ, പിന്നെ ഞാൻ പറഞ്ഞ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളെ പറ്റിയിട്ട്. പ്രഗ്നൻസിയുടെ സമയത്ത് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഒക്കെ കയ്യിലിരിപ്പ് കാരണം നമ്മുടെ സ്കിന്നിനുള്ള ഓയിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ വരും. അത് കാരണം നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ ചേഞ്ചസ് വരും. പിന്നെ നമുക്ക് പ്രഗ്നൻസി മാസ്ക്, അതായത് പ്രഗ്നൻസിയുടെ സമയത്ത് ചില ആൾക്കാർ കറുക്കും. അത് ബേബിയുടെ ജെൻഡറായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിനെ എടുത്ത് പറയാം. ചിലപ്പോൾ എനിക്ക് ഡള്ളായാലും ആൺകുട്ടി ഡൾ അല്ലെങ്കിൽ പെൺകുട്ടി അങ്ങനെയൊക്കെയുള്ള കുറെ മിത്തുകളുണ്ട്. അങ്ങനെയൊന്നും
ഹോർമോൺ ചേഞ്ചസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇനി പറയാൻ പോകുന്ന നിങ്ങൾക്ക് പ്രഗ്നൻസി മാസ്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് അസലിക് ആസിഡ് ആണ്. കാരണം പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ് അസലിക് ആസിഡ്. മാത്രമല്ല ഒരു പ്രഗ്നൻസി ഹോർമോൺസ് ഒക്കെ ഒന്ന് വിയർ ഓഫ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാസ്ക് പോവുകയും ചെയ്യും. അപ്പൊ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അസലിക് ആസിഡ്. മാത്രമല്ല പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന ആ ഒരു പിമ്പിൾസ് ഒക്കെ ഇല്ലേ, അത് മാറ്റാനായിട്ട് നമ്മുടെ അസലിക് ആസിഡ് നല്ലതാണ്. കാരണം ഇതിന് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഇതിന് നമ്മുടെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, നമ്മുടെ റെഡിഷ്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേറ്റിംഗ് സാധനം നമ്മുടെ അസലിക് ആസിഡ് ഉണ്ട്. സോ പ്രഗ്നൻസിയുടെ സമയത്ത് എന്തൊക്കെയായാലും നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അസലിക് ആസിഡ്. പിന്നെ നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ കെമിക്കൽ സൺസ്ക്രീൻ ആയാലും ഹൈബ്രിഡ് സൺസ്ക്രീൻ ആയാലും ഫിസിക്കൽ സൺസ്ക്രീൻ ആയാലും ഇഷ്യൂ ഇല്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഒക്കെ നിങ്ങൾക്കൊരു ലൈക് പ്രിക്കോഷൻസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു മിനറൽ ഫിൽറ്റേഴ്സ്, അതായത് സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡൈ ഓക്സൈഡും ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് നല്ലത്. നമ്മുടെ ഡോക്ടർ ഷേത്തിന്റെ മിനറൽ സൺസ്ക്രീൻസ്, നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ മിനറൽ സൺസ്ക്രീനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇങ്ങനത്തെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ അബ്സോർബ് എന്ന് വെച്ചാൽ തീരെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ അബ്സോർബ് ആവില്ല എന്നല്ല പറയുന്നത്, അബ്സോർബ് ആവും. പക്ഷെ എന്നാലും ഈ മിത്തുകളുടെ പിറകെ പോകുന്ന ആൾക്കാർക്ക് സേഫ് ഒക്കെ മനസ്സിന്റെ സമാധാനത്തിന്, ടെൻഷൻ അടിക്കണമല്ലോ, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഇതിന്റെ കൂടെ സൺസ്ക്രീൻ പറഞ്ഞതിന്റെ കൂടെ ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഇടയ്ക്ക് നമ്മൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഡെഫിനറ്റ്ലി നമ്മുടെ സൺ ഡാമേജ് ഉണ്ടാക്കില്ല. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി സൺസ്ക്രീൻ കാരണം ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞ് നമുക്ക് ഏറ്റവും നല്ല സമയം അബ്സോർബ് ചെയ്യാൻ 10 to 5 ആണ്. ഡെഫിനറ്റ്ലി അത് വരുന്നത് നമ്മുടെ ഈ സണ്ണിന്റെ അബ്സോർപ്ഷൻ നമ്മൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് വരും. ഈ 10 to 5 വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രീംലി കോൾഡ് വെതർ സ്ഥലത്തൊക്കെ നിൽക്കുകയാണ്, നമ്മൾ വീക്കിലി 2 പ്രാവശ്യമൊക്കെ ശരീരത്തോട്ട് സൺറൈസ് അടിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 to 5 എടുത്താൽ മതി. അതല്ല നമ്മളെ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് മോർണിംഗിൽ 8 ആണ് നമ്മുടെ ഈ മോർണിംഗ് ഒരു 8 to 9 അതല്ലെങ്കിൽ 7 to 9 ഒക്കെയാണ് നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ടൈം. സോ അപ്പൊ യൂസ് ചെയ്താൽ മതി. അപ്പോഴും ഡെയിലി 15 മിനിറ്റ്സ് മാത്രം നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്താൽ മതി. നമുക്കൊക്കെ അത്രയും മതി. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഈ നമ്മൾ എക്സ്പോസ് കിട്ടാതെയാണ് നമുക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നെങ്കിൽ അത് മാറും. പക്ഷെ ഡെഫിനറ്റ്ലി ഇന്ത്യൻ ആൾക്കാർക്ക് ഒരു ചെറിയ രീതിയിൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി അർബൻ ഏരിയയിലും റൂറൽ ഏരിയ, അതായത് സിറ്റി താമസിക്കുന്ന ആൾക്കാർക്കും വില്ലേജിലുള്ള ആൾക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. സിറ്റീസിലുള്ള ആൾക്കാരെക്കാളും നമ്മുടെ വില്ലേജിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ എന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഇപ്പൊ കോട്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കാരണം നമുക്കറിയാം കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സൺസ്ക്രീനെ പറ്റി അധികം ആൾക്കാർ അങ്ങനെ ഞാൻ പറയും ഗ്രാമപ്രദേശത്തിലെ ആൾക്കാർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കമ്പാരിറ്റീവ്ലി നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, മിത്തൊന്നും അധികം ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇതൊരു ബാധകമായിട്ടുള്ള കാര്യമില്ല. ഓൾ ഓവർ ഇന്ത്യയിലാണ് പറയുന്നത് കേട്ടോ. കാരണം കേരളത്തിൽ ഇപ്പൊ എല്ലാവരും പ്രോപ്പറായിട്ട് എല്ലാവർക്കും ഇപ്പൊ ചെയ്യുന്ന ആൾക്കാരാണ്, എന്നാലും ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ സ്റ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓൾ ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ നല്ല വില്ലേജിലുള്ള ആൾക്കാർക്കായിരിക്കും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ട് ഉണ്ടാവുക. അപ്പൊ അവിടെ ഫുഡ് നമുക്കറിയാം, അവരൊക്കെ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണ്, എന്നിട്ട് അവർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ ആ സണ്ണിന്റെ പ്രസൻസ് കൊണ്ട് മാത്രമല്ല വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ബാക്ക് ടോപ്പിക്ക്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾ റെറ്റിനോള് പ്രധാനമായിട്ട് അവോയ്ഡ് ചെയ്യണം. ബെൻസോ പെറോക്സൈഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഹൈഡ്രോക്വിനോണിൻ അടങ്ങിയ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്ത് ടൈപ്പ് വിറ്റാമിൻ ഉണ്ടെങ്കിലും നമ്മൾ ഓറലായിട്ട് എടുക്കുന്ന മെഡിക്കേഷൻസ്, സ്ക്രീൻസ്, ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. സാലിസിലിക് ആസിഡ് 2% എബോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഗ്ലൈക്കോളിക് ആസിഡ് 7% എബോ ആണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലാക്റ്റിക് ആസിഡ് സേഫ് ആണ്, കുഴപ്പമില്ല. അസലിക് ആസിഡ് സേഫ് ആണ്, കുഴപ്പമില്ല. കോജിക് ആസിഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ആ ഒരു ഓപ്ഷൻ മനസ്സിലാവും. അടുത്തത് നമുക്ക് സ്കാൽപ്പ് അനുസരിച്ചിട്ട് ഹെയർ ഷാംപൂസ് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. സ്കാൽപ്പ് നിങ്ങളിപ്പോ ഹെയർ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 മണിക്കൂർ കഴിയുമ്പോഴോ അതല്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ഹെയർ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പാണ്. അതല്ല കഴുകി കുറെ ഒരു പിറ്റെന്നൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പ് ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലിയാണ്. അതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ നോർമൽ ഹെയർ ടൈപ്പിലുള്ളതാണ്. പിന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലും അത് ഓയിലി ഹെയറിലോട്ട് പോകുന്ന ആൾക്കാരാണ്. സോ ഇങ്ങനെ വയ്ക്കുക. ഇനി
നിങ്ങൾ ഷാമ്പു സെലക്ട് ചെയ്യുമ്പോൾ ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം ജെന്റിൽ ആയിട്ടുള്ള ഷാമ്പൂസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൾഫേറ്റ് ഫ്രീ ഷാമ്പൂസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ സ്കാൽപ്പുള്ളവർ, പിന്നെ സാലിസിലിക് ആസിഡ് അടങ്ങാത്ത ഷാമ്പൂസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. നിങ്ങളത് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ ഓയിലി സാലിസിലിക് ആസിഡ് ഷാമ്പൂസ് നല്ലൊരു ഓപ്ഷനാണ്. സൾഫേറ്റ് ഇല്ല ഷാമ്പൂസ് നല്ലൊരു ഓപ്ഷനാണ്. ഓയിലി സ്കാൽപ്പും അതിന്റെ കൂടെ നിങ്ങൾക്ക് ഡാൻഡ്രഫും ഉണ്ടെങ്കിൽ കീറ്റോകോണസോൾ, സിങ്ക്, പൈറത്തോൺ ഒക്കെ അടങ്ങിയ ഷാമ്പൂ വീക്ക്ലി വൺസും, അതിന്റെ കൂടെ തന്നെ സാലിസിലിക് ആസിഡ് അടങ്ങിയ ഷാമ്പൂസ് അല്ലാത്ത ദിവസം യൂസ് ചെയ്യാം. എല്ലാ സ്കാൽപ്പ്, എങ്ങനത്തെ സ്കാൽപ്പ് ആയാലും കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര തവണ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കാൽപ്പ് എപ്പോഴൊക്കെ ഡേർട്ടി ആവുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലാണ്ട് ഒരു ലിറ്ററൽ റൊട്ടീൻ വെക്കരുത് സ്കാൽപ്പ് വാഷിന് വേണ്ടിയിട്ട്. നിങ്ങൾ സ്കാൽപ്പ് എപ്പോഴൊക്കെ അഴുക്കാകുന്നു എന്ന് തോന്നി അപ്പോഴൊക്കെ മസ്റ്റ് ആയിട്ടും സ്കാൽപ്പ് കഴുകുക. ഇന്നിപ്പോ സ്കാൽപ്പ് വാഷ് ചെയ്തു, നെക്സ്റ്റ് നിങ്ങൾ ഒരുപാട് വിയർത്ത് സ്കാൽപ്പ് വാഷ് ചെയ്യണം എന്ന് തോന്നി ഡെഫിനറ്റ്ലി വാഷ് ചെയ്യണം, പ്രത്യേകിച്ചും വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ Q&A. ഇനി ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായി എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ പറയാം, അതല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്താലും മതി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയുടെയോ ഷോർട്സിന്റെ അണ്ടറിൽ ചോദിച്ചാൽ മതി. പെർട്ടിക്കുലർ ഈ ആഴ്ച അപ്ലോഡ് ചെയ്ത ഷോർട്ട് അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഷോർട്ടിന്റെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കമന്റ് ബോക്സിൽ പറയാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉള്ള വീഡിയോസിനാണ് നമ്മൾ Q&A തന്നെ വെക്കുന്ന കമന്റ് ബോക്സിൽ പറയാത്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, മറ്റുള്ള താല്പര്യം ഇങ്ങനത്തെ സ്കിൻ കെയർ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.